അപ്പോൾ ഒരാൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ജനറൽ മെത്തേഡ് യൂസ് ചെയ്യേണ്ട പോളിഗൺ എങ്ങനെയാണ് വരയ്ക്കുക എന്നുള്ളത്. അപ്പോൾ നമുക്കിവിടെ ഈ ക്വസ്റ്റ്യനകത്ത് ഒരു ഹെപ്റ്റഗൺ 7 സൈഡുള്ള ഒരു ഹെപ്റ്റഗൺ ആണ് വരയ്ക്കേണ്ടത്. അതിന്റെ ഒരു ലെങ്ത് തന്നിട്ടുണ്ട്. സൈഡ് ലെങ്ത്, എല്ലാ സൈഡിന്റെ ലെങ്ത് 40 മില്ലിമീറ്റർ ആയിരിക്കും. ജനറൽ മെത്തേഡ് ആണ് യൂസ് ചെയ്യേണ്ടത്. സാധാരണ നമുക്ക് പെന്റഗൺ വരയ്ക്കാൻ വേണ്ടി ഒരു മെത്തേഡ് ഉണ്ട്, ഹെക്സഗൺ വരയ്ക്കാൻ വേണ്ടി വേറൊരു മെത്തേഡ് ഉണ്ട്. അതുപോലെ ഈ ജനറൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എത്ര വശമുള്ള പോളിഗണും, ഇപ്പൊ ട്രയാങ്കിൾ വരയ്ക്കാം, റെക്റ്റാങ്കിൾ വരയ്ക്കാം, പെന്റഗൺ വരയ്ക്കാം, അങ്ങനെ എത്ര വശമുള്ള പോളിഗൺ നമുക്ക് ഈ ജനറൽ മെത്തേഡ് മതി കൺസ്ട്രക്ട് ചെയ്യാൻ പറ്റും. അതിന്റെ സ്റ്റെപ്സ് എല്ലാം സിമിലർ ആണ്. ഇപ്പൊ നമുക്ക് 7 സൈഡുള്ള ഹെപ്റ്റഗൺ ആണ് നമുക്ക് ഇവിടെ കൺസ്ട്രക്ട് ചെയ്യേണ്ടത്. അതിന്റെ സ്റ്റെപ്സ് ആണ് ഞാൻ പറയുന്നത്. ആദ്യം തന്നെ നിങ്ങൾ 40 മില്ലിമീറ്ററിൽ ആദ്യത്തെ ലൈൻ വരയ്ക്കുക. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ ബൈസെക്ട് ചെയ്യുക കോമ്പസ് വെച്ച്. അപ്പൊ അതിനുവേണ്ടി നമ്മൾ കോമ്പസ് എടുത്ത് 70 മില്ലിമീറ്ററിന്റെ ആദ്യത്തെ പോയിന്റിൽ കുത്തുക. എന്നിട്ട് ഏകദേശം പകുതി കൂടുതൽ ഡിസ്റ്റൻസ് എടുക്കുക. എന്നിട്ട് ഏകദേശം സെന്റർ ഭാഗത്ത് ഒരു ആർക്ക് ക്രിയേറ്റ് ചെയ്യുക. അതുപോലെ തന്നെ സെയിം റേഡിയസ് തന്നെ, റേഡിയസ് ചേഞ്ച് ചെയ്യാതെ തന്നെ അപ്പുറത്തെ സൈഡിൽ വെച്ചിട്ട് ഒരാർക്ക് ഇപ്പുറത്തെ സൈഡിലും വരയ്ക്കുക. അപ്പൊ അത് രണ്ടും കൂടെ ക്രോസ് ചെയ്യണ ഒരു പോയിന്റ് കിട്ടും. അത് തന്നെ നമ്മൾ താഴേക്കും റിപ്പീറ്റ് ചെയ്യുക. കോമ്പസിന്റെ ലെങ്ത് ഒരിക്കലും ചേഞ്ച് ചെയ്യരുത്. ഓക്കെ, നമുക്കിവിടെ ഒരു 2 പോയിന്റ്സ് കിട്ടി. ഇനി ആ പോയിന്റ്സ് നമ്മളൊരു ലൈൻ വഴി യോജിപ്പിക്കണം. അപ്പൊ നമുക്ക് ബൈസെക്ട് ചെയ്യണ പോയിന്റ് കിട്ടി. നമുക്ക് ഇതിന് തൽക്കാലം O എന്ന് നെയിം ചെയ്യാം. ഇത് എ പോയിന്റ്, ഇത് ബി പോയിന്റ്. ഇത് ആ ഹെപ്റ്റഗണിന്റെ ഒരു സൈഡാണിത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒ എ ഇത്ര ഡിസ്റ്റൻസ് റേഡിയസ് ആയിട്ട് എടുക്കുക. എന്നിട്ട് ഓയില് സെന്റർ ആക്കി ഓയ റേഡിയസ് ആയിട്ട് എടുത്ത് ഒരു ആർക്ക് വരയ്ക്കുക ഇതിലേക്ക്. അതാണ് അടുത്ത സ്റ്റെപ്പ്. അതിനുവേണ്ടി നമ്മൾ കോമ്പസ് എടുക്കുക, അതിന്റെ സെന്റർ ഓയില് പ്ലേസ് ചെയ്യാം. അതിനുശേഷം ഓയെ റേഡിയസ് ആക്കി വെച്ചുകൊണ്ട് ഇങ്ങോട്ടൊരു ആർക്ക് വരയ്ക്കുക. സോ ആ ഒരു പോയിന്റിന് നമുക്ക് 4 എന്ന് പേര് കൊടുക്കാം. 4. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. 4 എന്ന് മാത്രമേ പേര് കൊടുക്കാവുള്ളൂ. അടുത്ത സ്റ്റെപ്പ് നമ്മുടെ കോമ്പസിന്റെ സെന്റർ ബിയിൽ കുത്തുക. എന്നിട്ട് ബി ഒ റേഡിയസ് ആയിട്ട് എടുത്ത് സെയിം ആർക്ക് ഇങ്ങോട്ട് വരയ്ക്കുക, ഈ ഈ വെർട്ടിക്കലായിട്ട് പോയ ലൈനിലേക്ക്. ഓക്കെ, ഈ ആർക്ക് ഇവിടെ കൂട്ടിമുട്ടിയില്ല, അതുകൊണ്ട് ഞാൻ ഈ ബ്ലൂ ലൈൻ മുകളിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്യും. ഓക്കെ, നമുക്കിപ്പോ ഇവിടെ ഒരു പോയിന്റ് കിട്ടിയിട്ടുണ്ട്. ഈ പോയിന്റ് നമ്മൾ 6 എന്നാണ് പേര് കൊടുക്കേണ്ടത്. ഇമ്പോർട്ടന്റ് ആണ്, 5 അല്ല 6 ആണ്. കാരണം 5ാമത്തെ പോയിന്റ് നമ്മളിവിടെ കണ്ടുപിടിക്കാൻ പോകുന്നേ ഉള്ളൂ. അപ്പൊ 5ാമത്തെ പോയിന്റ് കണ്ടുപിടിക്കാൻ ഈ 4, 6 എന്നുള്ള പോയിന്റുകളുടെ കറക്റ്റ് സെന്ററിലായിരിക്കും 5ാമത്തെ പോയിന്റ് വരിക. അപ്പൊ ഈ സെന്റർ പോയിന്റ് നമ്മൾ കണ്ടുപിടിക്കാൻ എന്താ ചെയ്യട്ടെ, ഇതിനെ വീണ്ടും ബൈസെക്ട് ചെയ്യണം. പകുതി കൂടുതൽ ഡിസ്റ്റൻസ് എടുത്ത് കോമ്പസ് രണ്ടറ്റത്തും കൂട്ടി ബൈസെക്ടേഴ്സ് വരച്ച് ബൈസെക്ട് ചെയ്യണം. അപ്പൊ അധികം വരയ്ക്കുന്നില്ല, ജസ്റ്റ് ഒരു ഇവിടെ ആർക്ക് വരച്ചു, ഇവിടെ ആർക്ക് വരച്ചു. ഈ ലൈൻസ് നമ്മൾ ജോയിൻ ചെയ്യുമ്പോൾ ഇതിന്റെ ബൈസെക്ടർ കിട്ടും. സോ ആ ഒരു പോയിന്റിനെ നമ്മൾ 5 എന്ന് പറഞ്ഞ് പേര് കൊടുക്കുകയാണ്.
സോ അടുത്ത സ്റ്റെപ്പ് നമുക്ക് 4ന്റെ 6ന്റെ അടക്കമുള്ള 5ാമത്തെ പോയിന്റ് കിട്ടി. ഇനി അടുത്ത സ്റ്റെപ്പ് ഒന്നെങ്കിൽ നിങ്ങൾ 4 തൊട്ട് 5 വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കുക, അല്ലെങ്കിൽ 5 തൊട്ട് 6 വരെയുള്ള ഡിസ്റ്റൻസ് കോമ്പസിലെ ഡിവൈഡർ എടുത്തിട്ട് ഇവിടെ 6 കുത്തി ഇവിടെ ഒരു ആർക്ക് മാർക്ക് ചെയ്യുക. ആ പോയിന്റ് നമ്മൾ 7 കൊടുക്കുക. ഇനി നമുക്ക് ഹെപ്റ്റഗൺ ആണ് വരയ്ക്കേണ്ടത്, അതുകൊണ്ട് തന്നെ നമുക്ക് 7 പോയിന്റ് വരെ മതി. വേണമെങ്കിൽ 8ാമത്തെ പോയിന്റ് 7 കുത്തി 5 തൊട്ട് 6 വരെ, അല്ലെങ്കിൽ 4 തൊട്ട് 5 വരെ, അല്ലെങ്കിൽ 6 തൊട്ട് 7 വരെ ഉള്ള ഡിസ്റ്റൻസ് എല്ലാം സെയിം ഡിസ്റ്റൻസ് ആണ് എടുത്ത് അടുത്ത ആർക്ക് വരിക. ഇത് 8ാമത്തെ പോയിന്റ് ആയിട്ട് മാർക്ക് ചെയ്യുക. ഒക്ടാണോ വരയ്ക്കേണ്ടെങ്കിൽ 8ാമത്തെ പോയിന്റ് വരെ വേണം, പക്ഷെ നമുക്ക് ഹെപ്റ്റഗൺ ആണ് വരയ്ക്കേണ്ടത്. 7 പോയിന്റ് വരെ മതി. സോ ഇനി അടുത്ത് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഈ ഹെപ്റ്റഗൺ ആയതുകൊണ്ട് തന്നെ 7ാമത്തെ പോയിന്റ്, ഈ 7ാമത്തെ പോയിന്റ് സെന്റർ ആക്കിക്കൊണ്ട് 7 തൊട്ട് എ വരെയുള്ള ഡിസ്റ്റൻസ് റേഡിയസ് ആക്കിക്കൊണ്ട് ഒരു വലിയ സർക്കിൾ നമ്മൾ വരയ്ക്കും. നമ്മുടെ കോമ്പസ് എടുക്കുന്നു, 7ല് സെന്റർ വയ്ക്കുന്നു. അതിനുശേഷം 7A വരെയുള്ള ദൂരം നമ്മൾ കോമ്പസിൽ എടുക്കണം. അല്ലെങ്കിൽ 7B വരെയുള്ള ഡിസ്റ്റൻസ് രണ്ടും സെയിം ആയിരിക്കും. അതിനുശേഷം നമ്മൾ ഒരു സർക്കിൾ ഫുള്ള് കംപ്ലീറ്റ് ചെയ്യണം. ഈ ഒരു രീതിയിൽ. ഇനി എളുപ്പമാണ്, നമുക്ക് ഒരെഡ്ജ് കിട്ടിയിട്ടുണ്ട്, ബാക്കി എല്ലാ എഡ്ജുകളും ഈ സർക്കിളിൽ തന്നെയായിരിക്കും. അപ്പം ബാക്കിയുള്ള എഡ്ജ് കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മുടെ ഹെക്സാഗൺ ചെയ്ത പരിപാടി, നേരെ കോമ്പസ് എടുക്കുന്നു, 40 mm മാർക്ക് ചെയ്യുന്നു, ഇത്രയും ഡിസ്റ്റൻസ്, എന്നിട്ട് ആർക്ക് കട്ട് ചെയ്ത് പോകും. ഇവിടെ ആയിരിക്കും അടുത്ത പോയിന്റ്. സെയിം ഡിസ്റ്റൻസ് കോമ്പസിൽ എടുക്കുന്നു, അടുത്ത പോയിന്റ് കണ്ടുപിടിക്കുന്നു. അതുപോലെ തന്നെ ഈ സൈഡ്. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മുടെ പരിപാടി. ഇനി അടുത്ത സിമ്പിളാണ്, നമുക്ക് എല്ലാ സൈഡ്സും ജോയിൻ ചെയ്യണം. ആദ്യത്തെ എ ടു ബി, സോ എന്നിട്ട് നമ്മളിവിടെ ഏതെങ്കിലും ഒരു എഡ്ജില് പാരലായിട്ട് ഡയമെൻഷൻ ലൈൻ കൂടെ മാർക്ക് ചെയ്യണം. സോ ഇങ്ങനെയാണ് നമ്മൾ ഹെപ്റ്റഗൺ വരയ്ക്കുക. ഇനി പെന്റഗൺ ആണെങ്കിലോ, നമുക്ക് പുസ്തകത്തിൽ എല്ലാ ഫിഗറും കൂടെ ഉള്ള ഒരു പടമുണ്ട്. അതെന്ന് വെച്ചാൽ ട്രയാങ്കിൾ തൊട്ട് ഒക്ടാൺ വരെ നമ്മൾ വരയ്ക്കുന്നു. ഇനി പെന്റഗൺ ആണെങ്കിൽ എന്താ ചെയ്യണ്ടേ, നമ്മൾ ഇതിന് കുത്തുന്നതിന് പകരം 7 കുത്തുന്നതിന് പകരം 5 കുത്തിയിട്ട് വേണം സർക്കിൾ വരയ്ക്കാൻ. നമ്മൾ ഒരു നീല സർക്കിൾ നമുക്ക് വരയ്ക്കാം. നമ്മൾ ഇനി ഒരു പെന്റഗൺ വരയ്ക്കാൻ പോവാണ്. അപ്പൊ 5ൽ കുത്തണം, ഡിസ്റ്റൻസ് ഈ എ വരെയുള്ള ഡിസ്റ്റൻസ് എടുക്കണം. ഈ ക്വസ്റ്റിനകത്തുള്ളതല്ല, ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ ആണ്. എന്നിട്ട് എന്താ ചെയ്യേണ്ടത്, പെന്റഗൺ ആണ് വരയ്ക്കേണ്ടത്. ഈ എ ടു ബി ഡിസ്റ്റൻസ് വീണ്ടും എടുക്കുക.
ഒരു സൈഡ് മാർക്ക് ചെയ്തു. സെക്കൻഡ് സൈഡ് മാർക്ക് ചെയ്തു. തേർഡ് സൈഡ്. ബാക്കിയെല്ലാം പഴയ പോലെ തന്നെ. ഇവിടെ നമുക്ക് പെന്റഗൺ കിട്ടി. ഇനി ഹെക്സാഗൺ ആണെങ്കിൽ 6 കുത്തിയാണ് ചെയ്യേണ്ടത്. ഒക്ടാഗൺ ആണെങ്കിൽ 8 കുത്തി. നൊണഗൺ ആണെങ്കിൽ 9 എന്ന് പറഞ്ഞ പോയിന്റ് ഇവിടെ ക്രിയേറ്റ് ചെയ്ത് 9 കുത്തി. ഇനി സ്ക്വയർ ആണെങ്കിലോ 4 സൈഡുള്ള 4 കുത്തിയാണ് വരയ്ക്കേണ്ടത്. സോ ഇങ്ങനെയാണ് ജനറൽ മെത്തേഡിൽ നമ്മൾ പോളിഗൺസ് ചെയ്യുക. അപ്പോൾ ഒന്നെങ്കിൽ ഇത് നിങ്ങൾക്ക് സിംഗിൾ ആയിട്ട് ഇതുപോലൊരു ക്വസ്റ്റ്യൻ ആയിട്ട് തരും, അല്ലെങ്കിൽ കുറേയധികം ഫിഗേഴ്സ് ഒരുമിച്ച് തരാനായിട്ട്. എന്ന് വെച്ചാൽ ട്രയാങ്കിള്, ഹെക്സാണ്, ഹെപ്റ്റാണ്, ഒക്ടാണ്, അങ്ങനെ കുറച്ചധികം ഫിഗേഴ്സ് പുസ്തകത്തിൽ അതിനകത്തൊരു ക്വസ്റ്റ്യൻ കിടപ്പുണ്ട്. അത് ഈ രീതിയിലാണ് വരയ്ക്കുക. ഓരോ പോയിന്റ്സ് മാറ്റി മാറ്റി കുത്തി നമ്മൾ ഓരോ ഫിഗേഴ്സും വരയ്ക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞേക്കണം. ഓക്കെ.